Father Dr. K.M. George, CTI, The Constructive Thoughts and Ideas, The Social Enterprise, സംയുക്തമായി നടത്തുന്ന നേച്ചർ പെയിൻറ്റിംഗ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഫാദർ ഡോക്ടർ K.M. ജോർജ് ഒരു ചിന്തകനും എഴുത്തുകാരനും മലയാളത്തിലും ഇംഗ്ലീഷിലും വിവിധ തര ബുക്കുകളുടെ ഓഥറും കൂടിയാണ്. അച്ഛൻ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും പലവിധ ഫോറങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ്. CTI ദ സോഷ്യൽ എൻ്റർപ്രൈസ് സൊസൈറ്റിയെ അപ്ബ്രിങ് ചെയ്യുവാനായിട്ടുള്ള പ്രോഗ്രാമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് മൈക്രോ ലെവൽ ഓണർപ്രണേഴ്സിനെ അപ്ബ്രിങ് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അച്ഛൻ്റെ കൂടെ ചെലവഴിക്കുന്ന ഈ നേരം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ഗുഡ്. മോളെ ഞാനൊരു നിങ്ങളെപ്പോലെ തന്നെ ബോൺ ആർട്ടിസ്റ്റ് ആണെന്ന് വേണേൽ പറയാം. പക്ഷേ ചില സംഗതികൾ വേണം. എനിക്ക് വരയ്ക്കാനായിട്ട് ഇവിടെ ക്യാൻവാസ് ഞാൻ കൊണ്ടുവന്നില്ല. അതിനകത്തല്ല വരയ്ക്കുന്നത്, പേപ്പറും ഇല്ല. എന്താ ചെയ്യുന്നത്? നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഇലയെ വന്ന് നോക്കാം, വരയ്ക്കാൻ പറ്റും. ക്യാൻവാസ് ഇല്ല, എൻ്റെ ക്യാൻവാസ് ഇല്ലല്ലോ. നിങ്ങളെല്ലാവരും അങ്ങോട്ടൊന്ന് വരാമോ? ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാൻ ചെയ്യുന്നു. ഇത് കണ്ടോ, ഈ മരമായിട്ട് നോക്കുന്നില്ല, കാരണം പൂക്കളൊന്നും അത്ര ഭംഗിയായിട്ടില്ല. ഈ ഇല കണ്ടോ നിങ്ങൾ? ഈ ഇല കണ്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും തോന്നിയോ? എന്താ പോയത്? ഒരു സാഡ് ഫേസ് കണ്ടു. ഓ, ഇതാണ് ആർട്ടിസ്റ്റ്. കണ്ടില്ലേ? ഇതാണ് ആർട്ടിസ്റ്റ്. എവിടെ വേണമെങ്കിലും ചെയ്യാം. നമ്മളതേ വരച്ചതുപോലെ ഇതുപോലെ നിലത്തുനിന്ന് മണ്ണെടുത്ത് വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് ഉണ്ടാക്കാം, ഇല പാലറ്റ് ആക്കാം, എന്ത് വേണമെങ്കിലും സാധിക്കും. ഇതാണ് എല്ലാവരും ആർട്ടിസ്റ്റാന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കണം. ആർട്ടെന്ന് പറയുന്നത് ഫ്രീയാ. അങ്ങനെ വരയ്ക്കാവോ ഇങ്ങനെ വരയ്ക്കാവോ എന്നൊന്നും പേടിക്കണ്ട. നിങ്ങൾ വരച്ചോണം കേട്ടോ, പെയിൻറ്റ് ചെയ്തോണം. ഓക്കെ. നമ്മളിപ്പോഴേ നമ്മുടെ ആർട്ട് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്ന മംഗോസ്റ്റിൻ മരത്തിൻ്റെ ബർത്ത്ഡേ കൂടി ആഘോഷിക്കുകയാണ്. കൊച്ചുകുട്ടികളെല്ലാം വന്നിരിക്കുന്നത് മരത്തിന് വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പം മരത്തിന് 17 വയസ്സായി. നമ്മളെ മനുഷ്യരുടെ ബർത്ത്ഡേ അല്ലേ ആഘോഷിക്കുന്നത്. ഇവിടെ മരത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. എല്ലാ ജീവികൾക്കും എല്ലാ മരങ്ങൾക്കും ചെടികൾക്കും ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആഘോഷിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ആഘോഷിക്കണം. എന്തിനാണെന്നറിയാം? മരത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ മരം ഇതിനെതിരെ തണലിന് വേണ്ടി വെച്ചതാണ്. ഈ സൂര്യൻ്റെ അറിയാമല്ലോ എന്തോരു ശക്തിയാണ് സൂര്യൻ്റെ ചൂടും വെയിലും. അപ്പം ഈ മരം നല്ല തണൽ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മരങ്ങളും നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമിയുടെ തണലാണ് നമുക്കെല്ലാവർക്കും അറിയാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മരത്തെ സംരക്ഷിക്കണം, മരത്തെ അനുഗ്രഹിക്കണം. മരത്തിൻ്റെ അനുഗ്രഹം നമ്മൾ വാങ്ങുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഈ മരം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും കൂടി മരത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കും. പിള്ളേരെല്ലാവരും വന്നിട്ട് ഓരോ ചെറിയ പാത്രം വെള്ളം ഗിഫ്റ്റായിട്ട് കൊടുക്കും. മരത്തിന് വേണ്ട അതാണ് കേട്ടോ. നിങ്ങൾക്ക് കേക്കും ഒക്കെ വേണം, പക്ഷെ മരത്തിന് വേണ്ടത് വെള്ളമാണ്. ഞാൻ ഗ്രീസിലെ ആഥൻസിലെ ഒരു മരത്തിൽ നിന്ന് ഒരു മുന്തിരിച്ചെടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന 3-4 വർഷം മുമ്പ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളതുണ്ട് കേട്ടോ. ഇത് പിന്നെ കാനഡയിൽ നിന്നുള്ള മേപ്പിൾ ലീഫിൻ്റെ ലീഫാണ് ഇത്. ഇതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇതിനകത്ത് പലതരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. റഷ്യയിൽ നിന്നുണ്ട്, കാനഡയിൽ നിന്നുണ്ട്, കൊറിയ, ചൈന, എവിടെ നിന്നോ കിട്ടാവോ. ഇനി ആരെങ്കിലും കൊണ്ട് തരികയാണെങ്കിൽ അതെല്ലാം ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കും, ഇതിൻ്റെ അത് പോകാതെ. അതുകൊണ്ട് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ദി അൺഫിനിഷ്ഡ് സൺ ഓഫ് മാൻ എന്നാണ്. അൺഫിനിഷ്ഡ് സൺ ഓഫ് മാൻ, ഒരിക്കലും പണി തീരാത്ത. നമ്മളെല്ലാം അങ്ങനെയാണ്, അൺഫിനിഷ്ഡാണ്. ഭഗവത്ഗീതയ്ക്കകത്ത് ഒരു ശ്ലോകമുണ്ട്, അതും ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. അതായത് ഈ അശ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ ആൽമരമാണ്. അശ്വത്വം ശരിയായ അശ്വത്വത്തിൻ്റെ വേറെ മുകളിലേക്കാണ്.
ശാഖകൾ താഴേക്ക് കണ്ടില്ല, താഴേക്ക് കണ്ടോ ശാഖകൾ വരുന്നു, ശാഖകൾ താഴേക്ക്. അതായത് യഥാർത്ഥ മനുഷ്യർ അങ്ങനെയാണ്. അവരുടെ ശരിയായിട്ടുള്ള റൂട്ട് എവിടെയാണ്? സ്വർഗത്തിലാണ്, ആകാശത്തിലാണ്, ദൈവത്തിലാണ്. ശാഖകളാണ് നമ്മളിവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ സാധാരണ മരങ്ങൾ അങ്ങനെ താഴെയല്ലേ വേറെ അല്ലേ, ശാഖകൾ മുകളിലാണ്. പക്ഷേ ഗീതയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഊർധ്വമൂലം അധശാഖം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഇത് പൈൻ മരത്തിൻ്റെ കായാണ്. പൈനാപ്പിൾ എന്ന സായിപ്പ് നമ്മുടെ ആ സാധനത്തിന് പേര് കൊടുത്ത ഇതുകൊണ്ടാണ് കേട്ടോ. സായിപ്പ് യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ ആദ്യം ഈ പൈനാപ്പിൾ കണ്ടപ്പോഴേ അത് അവരുടെ പൈൻ പോലെ, പൈനിൻ്റെ കാ പോലെ തോന്നിയോണ്ടാണ് പൈനാപ്പിൾ എന്നതിന് പേര്. നമ്മളിപ്പോൾ പൈനാപ്പിൾ ഇന്നലെ തേക്കടി പോയപ്പോൾ ഞാൻ തേക്കടി ചെന്നപ്പം അവിടുന്ന് വനത്തിൽ നിന്ന് കിട്ടിയ ഒരു കണ്ടില്ലേ, ഒരു കമ്പാണ്. ഇവിടെ കമ്പ് ഒരു പക്ഷിയുടെ കണ്ണും ഉണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ നോക്കി നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ സംഗതികൾ വരും. എന്തിനാ വെട്ടി ചീന്ത ഒരു ചീള, ആ ചീള നിങ്ങൾക്കറിയാമോ, ഈജിപ്തിലെ പിരമിഡിൻ്റെ അടുത്ത് സ്ഫിങ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്ഫിങ്സ് എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ മുഖവും ഒരു സിംഹത്തിൻ്റെ ബോഡിയാണ് അതിനെ സ്ഫിങ്സ് എന്ന് പറയുന്നത്. അത് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും, ഇത് സ്ഫിങ്സാണ് എന്ന് പെട്ടെന്ന് തോന്നും. ഒക്കെ അങ്ങനെ ചെയ്തതാണ്. ഇത് കണ്ട, ഇതാ അതിൻ്റെ ഒറിജിനൽ സാധനം. കണ്ട എന്നാ മഹാവൃത്തിയോടല്ലേ അല്ലേ, ഒന്നിനും കൊള്ളുകയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നിനും കൊള്ളുകയില്ലാത്ത സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ ആർട്ട് വർക്ക് ഉണ്ടാക്കുക. ഇത് കണ്ടില്ലേ, ഇതെന്നാ സാധനം അറിയാവോ? എല്ലാ മലയാളികളും തെങ്ങിൻ്റെ കോഞ്ഞാട്ടെ അല്ലേ. ഇതൊന്നിനും കൊള്ളുകയില്ല. ഇത് അടുപ്പിൽ പോലും ആരും വെക്കില്ല. കാരണം അടുപ്പിൽ വെച്ചാൽ ഉടനെ അത് കത്തിപ്പോവും. അത് കാരണം അടുപ്പിൽ പോലും വെക്കില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കണം, ഇവിടെ ആർട്ടിസ്റ്റുകൾ ധാരാളം പേരുണ്ടല്ലോ. ഇതിൻ്റെ ലൈനൊക്കെ ഉണ്ടല്ലോ, എന്ത് ബ്യൂട്ടിഫുൾ ലൈനാണ്. നല്ലൊരു പോയട്രി പോലെയാണ് അല്ലേ. ഈ മുയലിൻ്റെ കാലുകൊണ്ടൊരു ചവിട്ട് രാജാവിന് മൂങ്ങലിന് കൊടുത്തിരിക്കുക. അങ്ങനെ ഫാദർ ഡോക്ടർ കെ.എം. ജോർജിൻ്റെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങൾ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെ ഇൻഫോർമേറ്റീവും ആനന്ദകരവുമായ നിമിഷങ്ങളായി മാറി.